ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 3ാം ക്ലാസ്സിൻ്റെ ഓണം എക്സാം 2026 മോഡൽ ചോദ്യപേപ്പറാണ്. ഇംഗ്ലീഷാണ് നമ്മളുടെ ചോദ്യപേപ്പർ. 3ാം ക്ലാസ്സിൻ്റെ ഓണം എക്സാം മോഡൽ ചോദ്യപേപ്പറും ഉത്തരങ്ങളും അടങ്ങുന്നതാണ് നമ്മുടെ ഈ ക്ലാസ്. അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ ഒരു തവണയെങ്കിലും മോഡൽ ചോദ്യപേപ്പർ ഉത്തരങ്ങൾ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. നമ്മളിവിടെ ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് പരീക്ഷയിലേക്ക് കടക്കാം. പരീക്ഷയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം നമുക്ക് നോക്കിയാലോ 3ാം ക്ലാസ്സിൻ്റെ ഓണം എക്സാം 2026 ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് ആൻസേഴ്സ്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളുടെ ചോദ്യപേപ്പർ നിങ്ങൾക്കറിയാലോ, ചോദ്യപേപ്പറിലാണ് നിങ്ങൾ ഉത്തരം എഴുതേണ്ടത്. അതിൽ നിങ്ങൾ നെയിം ഓഫ് സ്റ്റുഡൻറ്റ്, നിങ്ങളുടെ പേര്, നെയിം ഓഫ് സ്കൂൾ, നിങ്ങളുടെ സ്കൂളിൻ്റെ പേര്, ഡിവിഷൻ ഏതാണ്, ഇതെല്ലാം എഴുതണം. ഇതിൽ എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ വിഷമിക്കേണ്ട, എല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇംഗ്ലീഷ് ആണ് നമ്മൾ നോക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് ആക്ടിവിറ്റി 1 എന്ന് പറഞ്ഞിട്ടുള്ള ചോദ്യം ലിസൺ ആൻഡ് ആൻസർ ആണ്. നിങ്ങളുടെ ടീച്ചർ നിങ്ങൾക്കൊരു സ്റ്റോറി പറഞ്ഞു തരും. ആ ടീച്ചർ സ്റ്റോറി പറയുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ ബോർഡിൽ എഴുതി തരും. ആ സ്റ്റോറി വായിച്ചിട്ട് അല്ലെങ്കിൽ കേട്ടിട്ട് വേണം നിങ്ങൾ ഈ തന്നിരിക്കുന്ന 5 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ. അപ്പം ഞാൻ അത് ഇതിൽ പറയുന്നില്ല. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ടീച്ചർ ചിലപ്പോൾ ഈ സ്റ്റോറി തന്നെ പറയണമെന്നില്ല. ഇതുപോലൊരു ചോദ്യം ഉണ്ടാവും. അപ്പം ആ ചോദ്യം ടീച്ചർ പറയുന്ന പാരഗ്രാഫ് വെച്ചിട്ട് മാത്രമേ നമുക്ക് ഉത്തരം എഴുതാൻ പറ്റൂ. അപ്പോൾ ഇത് വേണ്ട. അടുത്തത് നോക്കാം. റീഡ് ആൻഡ് റൈറ്റ്. റീഡ് ദ പാസേജ് കെയർഫുള്ളി. റൈറ്റ് ആൻസേഴ്സ് ടു ദ ക്വസ്റ്റ്യൻ ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്ന പാരഗ്രാഫ് വായിച്ചിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. നമുക്ക് വായിച്ചാലോ. സാഷ, നവീൻ ആൻഡ് കബിത were making crafts for the school festival. Let's make flowers, said Sasha. They made beautiful flowers using colorful papers. Look, our garden is ready, said Kabita. Their teacher Anu saw their garden and said, it's lovely. You can add more things to make it special. They added butterflies and bees to their garden. Everyone loved it. On the festival day, many people enjoyed their garden. The judges said, this is the best craft. Sasha, Naveen and Kabita were happy. We won, they said together. They smiled at each other. Friendship is the best prize, said Sasha. അപ്പോൾ ടീച്ചർ ഇതിൻ്റെ മലയാളം എന്തുകൊണ്ടാണ് പറയാത്തതെന്നറിയോ? മലയാളം നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ ആൻസർ എഴുതാൻ സാധിക്കില്ല. ടീച്ചേഴ്സ് ചിലപ്പോൾ മലയാളം നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരില്ല. അതുകൊണ്ടാണ് മലയാളത്തിൽ പറയാത്തത് കേട്ടോ. ഇംഗ്ലീഷ് എക്സാം അല്ലേ. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, വാട്ട് ഡിഡ് സാഷ, നവീൻ ആൻഡ് കബിത മേക്ക് ഫോർ ദ സ്കൂൾ ഫെസ്റ്റിവൽ? എന്താണ് ഉത്തരം? ഉത്തരം ഗാർഡൻ. നെക്സ്റ്റ്, അപ്രീഷിയേറ്റിംഗ് ദെയർ ഗാർഡൻ ഡാഷ് ഗേവ് ദം ആൻ ഐഡിയ. അനു ടീച്ചർ. തേർഡ്, വാട്ട് ഡിഡ് ദേ ആഡ് ടു ദെയർ ഗാർഡൻ ടു മേക്ക് ഇറ്റ് സ്പെഷ്യൽ? Answer, they added butterflies and bees to their garden. Fourth question, what did the judges say about their craft? Answer, this is the best craft. അഞ്ചാമത്തെ ചോദ്യം, Sasha said dash is the best prize. Answer, friendship. അടുത്തത് ആക്ടിവിറ്റി 3 ആഡ് മോർ ലൈൻസ് ആണ്. അനു ടീച്ചർ കൺഗ്രാജുലേറ്റഡ് സാഷ, നവീൻ ആൻഡ് കബിത. Teacher said, let's sing a song together. Can you clap your hands with me? We are friends. We are friends. Hold our hands together. We are friends. We are friends. Let's play together. Now add more lines to the song. ഇനി നിങ്ങൾ ഇതിൻ്റെ ഇടയിലൊക്കെ ലൈൻസ് ചേർത്തണം. We are friends. We are friends. Let's sing together. We are friends. We are friends. Let's dance together. We are friends. We are friends. Let's study together. We are friends. We are friends. Let's smile together. ഇതുപോലെ നമ്മൾ വരികൾ ചേർത്താൻ അങ്ങനെ ഒരു ചോദ്യം നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. അടുത്ത ചോദ്യം വരുന്നത് ആക്ടിവിറ്റി 4A 4Bയുമാണ്. തോട്ട്സ് എഴുതാനാണ് കേട്ടോ. എവറിബഡി അപ്രീഷിയേറ്റഡ് ദെയർ ലവ്ലി ഗാർഡൻ. ഇൻ ദ ഈവനിങ് ഓൺ ദ വേ ബാക്ക് ടു ഹർ ഹോം കവിത തോട്ട് അബൌട്ട് ദ ജോയ്ഫുൾ മൊമെന്റ്സ് ഓഫ് ദാറ്റ് ഡേ. അപ്പോൾ കവിത അന്നത്തെ ദിവസത്തിലെ കാര്യങ്ങൾ ഓർത്തെടുക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയായിരിക്കും അവളുടെ ചിന്തകൾ എന്നാണ് നമ്മൾ എഴുതേണ്ടത്. ഉത്തരം നോക്കിയാലോ.
Today was a very happy and special day. I enjoyed making the beautiful garden with Sasha and Naveen. Our garden looked lovely with colorful flowers, butterflies, and bees. I felt very proud when the judges said that our craft was the best. I was also very happy that we worked together and won the prize. I am lucky to have good friends like Sasha and Naveen. Today I learned that friendship, teamwork, and helping each other can make us happy. I will always remember this wonderful day. ഓർ ക്വസ്റ്റ്യൻ ആണ് 4B. നിങ്ങൾക്ക് 2 ഓർ ക്വസ്റ്റ്യൻ ഉണ്ടാവും കേട്ടോ. അപ്പോൾ A അല്ലെങ്കിൽ B എക്സാമിന് എഴുതിയാൽ മതി. അപ്പം ഞാനിവിടെ 2 ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് ഉത്തരം തരുന്നുണ്ട്. 4B കോൺവെർസേഷൻ ആണ്, ഒരു സംഭാഷണം. Kabita reached home after school. Her mother was waiting for her. Kabita shared her joyful experiences at school with her mother. അപ്പോൾ കവിതയും അമ്മയും തമ്മിലുള്ള സംഭാഷണം അഥവാ കോൺവെർസേഷൻ ആണ് നമ്മൾ എഴുതേണ്ടത്. കുറച്ചൊക്കെ അവർ തന്നിട്ടുണ്ട്, ബാക്കി മാത്രമേ നമുക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളൂ. കംപ്ലീറ്റ് ദെയർ കോൺവെർസേഷൻ. കവിത: മോം, ടുഡേ ഐ എം സോ ഹാപ്പി. മോം: റിയലി? Why are you so happy? Kabita: we won in the school festival. Mom: oh, it's great. What did you make for the festival? Kabita: we made a beautiful craft. It is a lovely garden with colorful flowers, butterflies, and bees. Mom: that's wonderful. I am very proud of you. നെക്സ്റ്റ് 5th ക്വസ്റ്റ്യൻ ആണ്. ഇതിലും നമുക്ക് 5A 5B എന്ന് പറഞ്ഞ് 2 ചോദ്യങ്ങളുണ്ട്. നിങ്ങൾ എക്സാമിന് ചോദിക്കുമ്പോൾ ഏതെങ്കിലും ഒന്നിന് ഉത്തരം എഴുതിയാൽ മതിയാകും. പക്ഷെ ഞാനിവിടെ 2നും ഉത്തരങ്ങൾ നിങ്ങൾക്ക് നൽകുന്നുണ്ട്. അപ്പോൾ ചോദ്യം നോക്കാം. സീക്വൻസ് ഇവൻസ് ആണ് കേട്ടോ. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ഗിവൺ ബിലോ. റീഡ് ദ സെൻറ്റൻസസ് റിലേറ്റഡ് ടു ദ ഈവൻസ്. തന്നിരിക്കുന്ന ചിത്രങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈവൻസ്, സംഭവങ്ങൾ താഴെ നിങ്ങൾക്ക് സെൻറ്റൻസിൽ തന്നിട്ടുണ്ട്. അത് നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള ഓർഡറിൽ താഴെ എടുത്ത് എഴുതിയാൽ മാത്രം മതി. ആദ്യത്തെ നിങ്ങൾക്ക് അവർ തന്നിട്ടുണ്ട്. ചിൽഡ്രൻ ഹറി ടു ഗെറ്റ് ഇൻ ദ ടൂർ ബസ് ടു വിസിറ്റ് ദ സൂ. At the zoo, a baby monkey was sitting on the top of a tree. Children laughed at the baby monkey. Suddenly, the baby monkey slipped from the tree. Anupama teacher took the baby monkey. Teacher handed the baby monkey to the washman. അടുത്തത് ഓർ ക്വസ്റ്റ്യൻ ആണ്. 5B ഒരു ഡിസ്ക്രിപ്ഷൻ ആണ്. താഴെ തന്നിരിക്കുന്ന ചിത്രം നോക്കൂ. ഒരു കടൽ തീരമാണ് അല്ലേ. നിങ്ങൾ ഒരു ഈവനിങ് ടൂർ ടീം ആ സീഷോർ കടൽ തീരം വിസിറ്റ് ചെയ്യുകയാണ്. നിങ്ങൾ അവിടെ ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള തിങ്സ് കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു കടൽ തീരത്തിനെ കുറിച്ചിട്ട് ഒരു ഡിസ്ക്രിപ്ഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എഴുതി നോക്കിയാലോ. The seashore is a beautiful and peaceful place. The sun is shining brightly in the sky. There are green coconut trees near the sea. A small boat is sailing on the water. The beach is covered with soft sand. There are 2 children playing happily on the beach. We can see a sandcastle, a starfish, and a crab on the sand. Some birds are also flying near the sea. The children are enjoying their time at the seashore. It is a beautiful and joyful place. കണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ നമ്മളൊരു ഡിസ്ക്രിപ്ഷൻ എഴുതണം. അപ്പം ഇത്രയുമാണ് നമ്മൾ ഈ ചോദ്യപേപ്പറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കുറച്ച് സ്പീഡിലാണ് ഞാനിത് പറഞ്ഞു പോയത്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇത് നമ്മൾ എക്സാം ആയിട്ട് ഇടുന്നതാണ്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള വിശദീകരണവും തന്നിട്ടുണ്ട്, ഓരോ പാഠത്തിൻ്റെയും. അപ്പോൾ ആവശ്യമുള്ളവർ അത് കാണുക. ഇത് നമ്മുടെ പരീക്ഷയാണ്. അപ്പോൾ പരീക്ഷയായിട്ട് തന്നെ എടുത്ത് എല്ലാവരും അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും കമൻസിലൂടെ ചോദിക്കാം. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് മാത്രമേ കമൻറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ തുടർന്നും വാച്ച് ചെയ്യുക. എല്ലാ സബ്ജക്ട്സിൻ്റെയും മോഡൽ ചോദ്യ പേപ്പറുകളും ഉത്തരങ്ങളും എല്ലാം നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്തോളൂ. തുടർന്നും വാച്ച് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.